MP A. റഹീമിന്റെ ഇംഗ്ലീഷിനെ ട്രോളുന്നവരാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. എന്നാൽ CPM എന്ന പാർട്ടിയുടെ സമീപകാലത്തെ ഏറ്റവും മികച്ച ഇടപെടലുകൾ ഒന്നായി മാറുകയാണ് ബാംഗ്ലൂരിലെ സിദ്ധരാമയ്യയുടെ ബുൾഡോസർ രാജിനെതിരായ പോരാട്ടം. ഡിസംബർ 20 പുലർച്ചെ 4 മണിക്ക് ഫക്കീർ കോളനിയെ ഞെട്ടിച്ചുകൊണ്ട് ബുൾഡോസറുകൾ ഉപയോഗിച്ച് കോൺഗ്രസ് സർക്കാർ നടത്തിയ ആ ക്രൂരത CPM ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇത്രയ്ക്ക് ശ്രദ്ധ നേടുമായിരുന്നില്ല. ഫക്കീർ കോളനിയിൽ ഉള്ളത് കുടിയേറി പാർത്തവരാണെന്നും അവരെ ഒഴിപ്പിച്ചത് എല്ലാ നിയമങ്ങളും പാലിച്ചാണെന്നും സർക്കാർ പറഞ്ഞിരുന്നു. നിരവധി തവണ നോട്ടീസ് നൽകിയാണ് ഈ അനധികൃത കുടിയേറ്റക്കാരെ കുടിയിറക്കിയതെന്നും കർണാടക മുഖ്യമന്ത്രിയും ആവർത്തിച്ചിരുന്നു. DK ശിവകുമാർ ഇതോടൊപ്പം കർണാടകയിലെ കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയുകയും ചെയ്തു. കേരളത്തിലെ കോൺഗ്രസ് ലീഗ് നേതാക്കളെല്ലാം ഈ വിഷയത്തെ ന്യായീകരിക്കാൻ രംഗത്ത് വരികയും ചെയ്തു. അവിടെ താമസിച്ചിരുന്ന ആളുകൾക്ക് റേഷൻ കാർഡുണ്ട്, അവർക്ക് കെട്ടിട നമ്പറുണ്ട്, വോട്ടവകാശമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പിന്നീട് പല ചാനലുകളും വാർത്ത നൽകി. എങ്ങനെയാണ് അവരെ അനധികൃത കുടിയേറ്റക്കാരായി കോൺഗ്രസുകാരും ലീഗുകാരും ചിത്രീകരിക്കുന്നത്? ഈ വിഷയത്തിൽ ആദ്യമായി അവിടെ പോകുന്നത് CPM ജില്ലാ സെക്രട്ടറിയും സംഘവുമാണ്. ആ സംഘത്തിന്റെ നേതൃത്വത്തിൽ കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ നിയമസഹായവും മറ്റ് സഹായങ്ങളും ലഭ്യമാക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. തുടർന്ന് സംസ്ഥാനതല സംഘം അവിടെ സന്ദർശിച്ചു. തൊട്ടടുത്ത ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം ദേശീയ മാധ്യമങ്ങളടക്കം ഏറ്റെടുത്തു. രാജ്യസഭാംഗം A. റഹീം, മുൻമന്ത്രി KT ജലീൽ തുടങ്ങിയവർ അവിടെ എത്തുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പോഴും കർണാടകയിൽ പാർട്ടി ഇവർക്കാവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. A. റഹീം അവിടെ ഇംഗ്ലീഷ് സാഹിത്യമോ വ്യാകരണമോ പഠിപ്പിക്കാൻ വേണ്ടി പോയതല്ല. ബുൾഡോസർ രാജകാരണം കിടപ്പാടം നഷ്ടപ്പെട്ട മനുഷ്യരെ കാണാൻ പോയതാണ്. അവരുടെ ദുരിതങ്ങൾ അന്വേഷിക്കാൻ പോയതാണ്. അവിടെ അദ്ദേഹം കാര്യങ്ങൾ കൃത്യമായി സംസാരിച്ചിട്ടുണ്ട്, പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. 5 മിനിറ്റുള്ള മുഴുവൻ വീഡിയോ നോക്കിയാൽ അത് മനസ്സിലാകും. വാക്കുകൾക്ക് വേണ്ടി റഹീം പ്രയാസപ്പെട്ടിട്ടുണ്ട് എന്നത് ശരി തന്നെയാണ്. ആ ഭാഗം മാത്രം മുറിച്ചെടുത്ത് റീൽസ് ഉണ്ടാക്കി ട്രോളുന്നത് കുടിയിറക്കപ്പെട്ട ആ മനുഷ്യരെ നോക്കി കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമാണ്. അതൊരു വലിയ മര്യാദകേടാണ്. ഇംഗ്ലീഷ് ട്രോളിൽ A. റഹീം MPക്ക് പരോക്ഷ പിന്തുണയുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. പാവപ്പെട്ടവന്റെ മക്കൾ വായിൽ ഇംഗ്ലീഷുകാരൻ്റെയുമായല്ല ജനിക്കുന്നത്. കേരളീയനായതിൽ അഭിമാനിക്കുക, ഭാരതീയനായതിൽ അഭിമാനിക്കുക, മനസ്സിൽ നിന്നും അടിമത്തം വലിച്ചെറിയുക. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പാർലമെന്റിൽ മുന്നറിയിപ്പില്ലാതെ തന്നെ ഏത് ഭാരതീയ ഭാഷ വേണമെങ്കിലും സംസാരിക്കാം. ഇതാണ് ഭാരതമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം തന്റെ ഭാഷാ പരിമിതിയെ ട്രോളുന്നവരോട് ഒരു പരാതിയുമില്ലെന്ന് A. റഹീം പറയുന്നു. തനിക്ക് ഭാഷാപരമായ പരിമിതികൾ ഉണ്ടെങ്കിലും മനുഷ്യരുടെ സങ്കടങ്ങൾക്ക് ഒറ്റ ഭാഷയേ ഉള്ളുവെന്നും റഹീം ഫേസ്ബുക്കിൽ കുറിച്ചു. കർണാടകയിലെ ജനങ്ങളുടെ വിഷമത്തിന്റെയും സങ്കടത്തിന്റെയും ഭാഷ മനസ്സിലാക്കാൻ തനിക്കൊരു പ്രയാസവും ഉണ്ടായില്ല. ഭാഷ മെച്ചപ്പെടുത്തിയ ശേഷം അങ്ങോട്ടേക്ക് പോകാം എന്ന് തീരുമാനിക്കാൻ ആയില്ലല്ലോ എന്നും റഹീം ചോദിക്കുന്നു. ഭരണകൂട ഭീകരതയുടെ നേർക്കാഴ്ചകൾ തേടിയാണ് അവിടേക്ക് ചെന്നത്. ശബ്ദമില്ലാത്ത, എല്ലാം നഷ്ടപ്പെട്ട 1000-ഓളം ദുർബലരായ ഇരകളെയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. ആ യാത്രയെക്കുറിച്ച് ഇപ്പോഴും തികഞ്ഞ അഭിമാനം മാത്രമേ ഉള്ളൂവെന്നും അദ്ദേഹം പറയുന്നു. അവരുടെ ശബ്ദം ഇന്ന് എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുക്കുന്നു. ആരും കാണാതെ അവസാനിക്കുമായിരുന്ന കാഴ്ചകൾ ഇന്ന് ലോകം കാണുന്നു. പുനരധിവാസത്തെക്കുറിച്ച് നിങ്ങളിപ്പോൾ സംസാരിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു. എൻ്റെ ഇംഗ്ലീഷിലെ വ്യാകരണം തിരിയുന്നവരോട് ഒരു വെറുപ്പുമില്ല എന്നാണ് A. റഹീം ഫേസ്ബുക്കിൽ കുറിച്ചത്. സഖാവ് AKജിയുടെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഒട്ടും ശുദ്ധിയില്ലായിരുന്നു. പക്ഷേ അന്ന് ആ പാർലമെന്റിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള അംബേദ്കറിന്റെ പ്രസംഗം മിസ്സാക്കിയാലും പ്രധാനമന്ത്രി നെഹ്റു AKജിയുടെ ഒരു പ്രസംഗവും മുടങ്ങാതെ കേൾക്കുമായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ നെഹ്റു പറഞ്ഞത് അദ്ദേഹം സംസാരിക്കുന്നത് മുഴുവൻ പാവങ്ങളെക്കുറിച്ച് മാത്രമാണ്. ഭാഷാശുദ്ധി ഇല്ലെന്ന് കരുതി എനിക്കത് കേൾക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ്.